ഹലോ കൂട്ടുകാരെ, ഞാൻ എന്തെങ്കിലും ഭ്രാന്തിയെ പോലെ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുമായിരിക്കും അല്ലേ? എനിക്ക് പറ്റിയൊരു അമ്മിളി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ വന്നേക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് മുടി വെട്ടിയിടാമെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് തന്നെ അതിനിങ്ങനെ പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഫ്രണ്ടിൽ എത്രത്തോളം മുടി കട്ട് ചെയ്തിടണമെന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എൻ്റെ മുടി ഒരു അനുസരണം ഇല്ലാത്ത മുടി ആയതുകൊണ്ട് എനിക്ക് ഒരു തരത്തിൽ ഏത് രീതിയിലും കെട്ടിവെക്കാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിഞ്ഞാന്നായിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ വന്ന് കിടക്കും. ഒരു അനുസരണം ഇല്ലാത്തൊരു മുടിയാട്ടോ എൻ്റെത്. ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരുവിധം എങ്ങനെയല്ലാമോ ഞാനൊരു പാർട്ടീഷൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ എങ്ങനെയെല്ലാമോ ഒപ്പിച്ച് ഞാൻ എടുത്ത് മുടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം അളവിൽ കട്ട് ചെയ്യണമെന്നൊക്കെ രീതിയിൽ ഞാൻ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ആദ്യം കട്ട് ചെയ്ത് ഇതിന് മുന്നേ ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്രാവശ്യം വെട്ടിയപ്പോഴത്തേക്കുമാണ് എനിക്ക് അമ്മിളി പറ്റിയത്. കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് വന്നിട്ടില്ല. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടും വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല. പല രീതിയിൽ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് സംതൃപ്തി ആയിട്ടില്ല. കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല വന്നേക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ സ്വന്തമായിട്ട് വെട്ടിയപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുഖമൊക്കെ ഇരിക്കും നോക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടവും വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോയെന്ന് ആലോചിച്ചിട്ട്. അയ്യോ, എന്ത് ചെയ്യാനാ, ഒരാഗ്രഹം കൊണ്ട് ചെയ്തു പോയതാണ്. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഒന്നുകൂടെ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് മുടിയും കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെട്ടിക്കൊടുത്തി. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഇതിലും വലിയൊരു അബദ്ധം എനിക്ക് ഇനിയും വരാനില്ല. ഇനി ഇത് അമ്മ കാണുമ്പോഴത്തേക്കുമാണ് എന്നെ ഇനി കൊന്നു വയ്ക്കാൻ പോകുന്നത്. ഇനി വധിക്കലൊക്കെ കാണാം. അയ്യോ, ഞാൻ ആരും അറിയാതിരുന്ന് ചെയ്ത പണിയാണ്. ഇനി മേലെ ഞാനിങ്ങനൊന്നും ചെയ്യത്തില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ലല്ലോ. അവസാനം ഒരു തരത്തിൽ എങ്ങനെയും ഒപ്പിച്ച് വെക്കാം. ഇത് വീട്ടിലുള്ളവരെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, പ്രത്യേകിച്ച് അമ്മ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടി വെക്കാന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കുന്നു. ഇനി വയ്യ. ഇന്ന് ഞാൻ എൻ്റെ ചാക്കാലയാണ് ഇന്ന്. ഇതെങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ എങ്ങനെയും ഒരു ആശ തോന്നി വെട്ടിയപ്പോഴത്തേക്കും കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയുന്ന കണക്ക് എന്തോ ചെയ്യാനാ. അങ്ങനെ വെട്ടിയ മുടിയെല്ലാം ഒരു ചെറിയ കുഴി എടുത്ത് തെങ്ങിൻ്റെ മുട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്ത് വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.